എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷം ചാനലത്തിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിലൊക്കെ നമ്മൾ കണ്ടു കലാവതി മുത്തശ്ശി അവസാന സത്യങ്ങളൊക്കെ അറിയാണ്. രവീന്ദ്രന്റെ അറ്റാക്ക് വന്നു, സ്റ്റെന്ത് ഇട്ടതും പോലീസ് സ്റ്റേഷനിൽ കിടന്നു. അതോടൊപ്പം തന്നെ ശ്രീകാന്തിന്റെ വിവാഹം കഴിഞ്ഞൊക്കെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കലാവതി മുത്തശ്ശിക്ക് സഹിക്കാൻ പറ്റിയില്ല. തന്നോട് ആരും ഒരു വാക്ക് വരെ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ ഓർത്തപ്പോ മുത്തശ്ശിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അവസാനം മുത്തശ്ശി അങ്ങോട്ട് കോള് കട്ട് ചെയ്യുകയാണ്. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി രേവതിക്ക്. താൻ പറഞ്ഞും പോയി തന്റെ നാവുദോഷം ഇനിയൊപ്പം ഉണ്ടാവുമോ, തന്റെ നാവ് അടക്കി വെക്കണമെന്ന് ആ കൈനോട്ടക്കാരി വന്നപ്പോ രാവിലെയും കൂടെ പറഞ്ഞോളൂ. ഇനിയിപ്പൊ ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറ്റം മുഴുവൻ തന്റെ തലയിലായിരിക്കും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്ക് ആ പാടൊരു വിഷമായി. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും കലാവതി മുത്തശ്ശി വീട്ടിലേക്ക് വരുവാണ്. ഈ സമയം ചന്ദ്രമതി എന്ത് ചെയ്യുവാണ്, ഹാളിലിരുന്നിട്ട് കളിപ്പിച്ചോണ്ടിരിക്കുക. രേവതി, എത്ര സമയം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു ഗ്ലാസ് ചായ ഇങ്ങ് എടുത്തോണ്ട് വരാനായിട്ട് എത്ര വട്ടം പറയണം, കുറെ സമയമായല്ലോ എന്ന് പറയാം. അമ്മേ, ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് കലാവതി മുത്തശ്ശി വരുന്നത്. കലാവതി മുത്തശ്ശിനെ കണ്ടതും പെട്ടെന്ന് ചന്ദ്രമതി ഓടി ചെല്ലുവാണ്. ആഹാ, ഇതെന്താ അമ്മേ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു പോലും ഇല്ലോന്ന് പറയണ. പെട്ടെന്ന് മുത്തശ്ശി എന്ത് ചെയ്യാണ്, കയ്യിലിരുന്ന ഭാഗം കൂടുതലെല്ലാം കൂടെ നിലത്തേക്ക് ഒറ്റ ഇടിയിൽ അങ്ങോട്ട് ഇടുവാണ്. നീ എന്താടി വിചാരിച്ചോണ്ടിരുന്നേ? ഞാൻ പോയ വഴി പോകുന്നോ, ഞാൻ ഇങ്ങോട്ട് തിരികെ ഇനി വരില്ലെന്നോ, അങ്ങനെയാണോ നീ വിചാരിച്ചോണ്ടിരുന്നേന്ന് ചോദിക്കുക. അല്ലമ്മേ, അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാന്ന് പറയാം. വേണ്ട വേണ്ട, നിർത്തിയാലും നീ കൂടുതൽ നീ ഒന്നും പറയണ്ട, എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് പറയാം. എന്ത്, നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടാണെങ്കിൽ ഞാൻ ഒന്നും അറിയില്ലെന്ന് കരുതിയല്ലേ? എന്റെ മകനെ നീ ഇവിടെ ഇട്ട് കൊല്ലാക്കൊല ചെയ്തല്ലേ? എന്നിട്ടോ അവന് ജീവൻ മരണ പോരാട്ടം നടത്തിയിട്ട് ഒരു വാക്കെങ്കിലും നീ എന്നോട് പറഞ്ഞോടി. ഇത്രയ്ക്ക് എങ്ങനെയാണ് നീ ദുഷ്ടയായിട്ട് മാറുന്നതെന്ന് ചോദിക്കുക. ഒന്നുമല്ലേലും അവൻ എന്റെ മകനാ, ആ ഒരു കാര്യം നീ മറന്നുപോയെന്ന് ചോദിക്കും. നീയും പ്രസവിച്ചിട്ടുണ്ടല്ലോ 3 മക്കളെ, എന്നിട്ടോ അവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോടി? ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും ഒരു വാക്കെങ്കിലും എന്നോട് നീ പറഞ്ഞോന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ അമ്മേ, വേണ്ട വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാം, എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയാണ്. അമ്മ കയറി ഭാഗത്തേക്ക്, നീ കൂടുതൽ എന്നെ കയറ്റാനായിട്ട് നോക്കൊന്നും വേണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണോന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് അങ്ങോട്ട് കയറി വരുവാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് അങ്ങോട്ട് ഓടി വരികയാണ്. ആഹാ, ഇതാരെ, അച്ചമ്മയാ, വാന്ന് പറയണം. അച്ചമ്മ കുച്ചമ്മ ഒന്നും മിണ്ടായിരുന്നോ അവിടെ? എടാ, നീ എന്ത് പരിപാടിയാടാ കാണിച്ചെന്ന് ചോദിക്കാം. എന്താ അച്ഛമ്മ, എന്താ കാര്യം? ഓഹോ, അപ്പൊ നിനക്കൊന്നും അറിയില്ലല്ലേ, എവിടെയോ കിടന്ന ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നത്, അതിന്റെ പേരില് എന്റെ മകനെ ലോക്കപ്പിലും കയറ്റി, പിന്നീട് അവൻ അറ്റാക്കും വന്നു, എന്തൊക്കെയാ അവിടെ നടന്നു എന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ അച്ഛമ്മ, എല്ലാത്തിനും കാരണം നീ ഒറ്റ ഒരുത്തനാ, എന്നിട്ടോ ഒരു വാക്കെങ്കിലും നീ വിളിച്ചു പറഞ്ഞാടാന്ന് ചോദിക്കും. അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട. എടാ, നിനക്ക് നാണം ഉണ്ടോ? നിന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്ന രവീന്ദ്രനല്ലേ, സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഫീസ് കെട്ടിക്കൊണ്ടിരുന്ന അവന്, ബാക്കി നിനക്കൊരു തുണി മേടിച്ചു തന്നാൽ പോലും അവനല്ലേ ചെയ്തോണ്ടിരുന്നേ. ഡ്രസ്സിന് ഡ്രസ്സ് എല്ലാം വാങ്ങിച്ചെന്ന് നിന്നെ പഠിപ്പിച്ചൊരു പരുവത്തിന് എത്തിച്ചു കഴിഞ്ഞപ്പം കല്യാണം കഴിക്കണ സമയത്ത് മാത്രം അവന് അച്ഛന്റെ ആവശ്യമില്ല, അവന് സ്വന്തം ഇഷ്ടപ്രകാരം. അപ്പൊ നിനക്ക് അച്ഛന്റെ ആവശ്യമില്ലായിരുന്നോ എന്ന് ചോദിക്കുക. അല്ല അത് അച്ഛമ്മേ, എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, നീ ഒന്നും കൂടുതൽ പറയണ്ട. അത് പിന്നെ ആ സമയത്ത് അങ്ങനെ ചെയ്യാനാ തോന്നിയത്, വേറെ നിവൃത്തിയില്ലാത്തതിന് പേരിലാന്ന് പറയാം. എനിക്കറിയാടാ, എല്ലാരും അവനവന്റെ സുഖ സൗകര്യം മാത്രം നോക്കുന്നേ, എന്റെ മകന്റെ ജീവിതം നീ എല്ലാരും കൂടി നശിപ്പിച്ച് എന്നൊക്കെ കലാവതി മുത്തശ്ശി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വന്നു. രേവതി വന്നിട്ട് ആഹാ, അച്ഛമ്മയെന്ന് ചോദിക്കുകയാണ്. വേണ്ട വേണ്ട, കൂടുതലൊന്നും പറയണ്ട, നീ പോലും എന്നോടൊരു വാക്ക് നേരത്തെ പറഞ്ഞില്ലോ രേവതി, എന്നാലും കുറച്ച് കഷ്ടമായി പോയെന്ന് പറയണ. അത് പിന്നെ ഇവിടെ ആരും പറയണ്ടെന്ന് പറഞ്ഞോണ്ടാ അച്ഛമ്മേ ഞാൻ പറയാതിരുന്നെന്ന് പറയണ. അപ്പോഴേക്കും ശ്രുതിയും കൂടെ അങ്ങോട്ട് വരുവാണ്. ശ്രുതി വന്നിട്ട് ആഹാ, ഇതാരാ അച്ഛമ്മയാ, എന്താ അച്ഛമ്മ വന്ന ഇവിടെ എന്നെ ഇരിക്കാൻ പറയണം. അതെ, കൂടുതൽ നീ എന്നെ ഇരുത്താനൊന്നും നോക്കണ്ട, നീ വല്ല പഠിപ്പുള്ളവനല്ലേ, വിദ്യാഭ്യാസം ഉള്ളവനല്ലേ, എന്നിട്ട് നീ എന്താ ഒരു വാക്കെങ്കിലും ഈ പ്രായമായ കിളവിയോട് പറഞ്ഞോ? എന്റെ മകനല്ലായിരുന്നു ഹോസ്പിറ്റലിൽ കിടന്നേ, എന്നിട്ട് പോലും നിങ്ങളൊക്കെ എല്ലാം മറച്ചു വെച്ചല്ലേന്ന് ചോദിക്കുക. ശ്രുതി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല അച്ഛമ്മയെന്ന് പറയാ. വേണ്ട വേണ്ട, നീയും വേണ്ടണ്ട, ഇന്നലെ വന്ന മരുമകളാ നീയ, നിനക്കെങ്കിലും എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരു വാക്ക് വിളിച്ചു പറയായിരുന്നു രവീന്ദ്രന് സംഭവിച്ചത് എന്താന്ന്. ഒരു പക്ഷെ അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ എനിക്ക് അവനോട് ജീവനോടെ കാണാൻ പറ്റുമായിരുന്നോ? നിങ്ങളെന്താ അതൊന്നും വിചാരിക്കായിരുന്നേ? അല്ല അത് പിന്നെ അച്ഛമ്മയ്ക്ക് വിഷമാവൂലെന്ന് കരുതിയാ പറയായിരുന്നേ. അച്ഛന് ഹെൽത്തൊക്കെ ഓക്കെ ആയി കഴിയുമ്പോഴത്തേനും ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് വരാനായിട്ടിരിക്കുമായിരുന്നു പറയാം. വേണ്ട വേണ്ട, കൂടുതൽ സോപ്പിടലും കാര്യങ്ങളൊന്നും വേണ്ട. ശ്രുതി പറഞ്ഞു,
സത്യം അച്ഛമ്മേ പറഞ്ഞേന്ന് പറയാം. പിന്നെ ഞാൻ നീ പറയുന്നൊക്കെ വിശ്വസിക്കണം അല്ലേ? നിന്നെ കുടിച്ച വെള്ളത്തിൽ ഞാൻ വിശ്വസിക്കില്ലടാ മോനെ, എനിക്കറിയാലോ നിന്നെ എന്ന് പറയാണ്. പിന്നീട് കലാവതി മുത്തശ്ശി അവിടെ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് കലാവതി മുത്തശ്ശി കാണാൻ ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മുത്തശ്ശി പറഞ്ഞു, എന്നാലും എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്നോട് ഇത്രയും വലിയൊരു ചതിവ് ചെയ്യണ്ടായിരുന്നു പറയണം. അപ്പോഴേക്കുമാണ് രവീന്ദ്രന്റെ വരവ്. രവീന്ദ്രൻ രാവിലെ നടക്കാൻ പോയിട്ട് വരുന്ന വഴിയാണ്. അങ്ങനെ രവീന്ദ്രൻ അങ്ങോട്ട് വരുന്ന നിമിത്തം ശ്വാസം നന്നായിട്ട് എടുക്കുന്നുണ്ട്. കുറെ ദൂരം നടന്നതിന്റെ ഒരു ക്ഷീണമാണ്. പെട്ടെന്ന് കലാവതി മുത്തശ്ശി ഓടി ചെന്നിട്ട് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് രവീന്ദ്രനെ. എന്റെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട്, എന്താ എന്താ അമ്മ, എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. ദേ, എനിക്കല്ല കുഴപ്പം, നിനക്കല്ലേന്ന് ചോദിക്കുകയാണ്. എന്ത്? വേണ്ട വേണ്ട, ഇനി നീ മറയ്ക്കാനൊന്നും ശ്രമിക്കണ്ട. ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞു പറയാണ്. എന്ത് സത്യങ്ങള്? വേണ്ട, നിനക്ക് സ്റ്റെന്തിട്ട കാര്യവും അറ്റാക്ക് വന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എന്നാലും ഒരു വാക്ക് നിനക്ക് എന്നോട് പറയാൻ തോന്നിയില്ലോടാ. ഞാൻ നിന്റെ അമ്മയല്ലേടാ. ഇന്ന് വരെ നിനക്ക് ഒരു ഇംഗ്ലീഷ് മരുന്ന് ഞാൻ തന്നിട്ടില്ല. ഒരു പനി വന്നൊരു മരുന്ന് പോലും ഞാൻ തന്നിട്ടില്ല. അറിയാലോ, ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ട കാര്യം വന്നിട്ടില്ല. എന്നിട്ടാണ് നിന്റെ അതെ നെഞ്ചും കൂടൊക്കെ കീറിപ്പൊളിച്ച് എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്ന് ചോദിക്കുകയാണ്. അമ്മേ, എനിക്കിപ്പോ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണ. നീ അതൊന്നും പറയണ്ട. എനിക്കറിയാം നിനക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതെങ്ങനെയാ ഇവളെപ്പോലെ എല്ലാവരും ആശ്വസിക്കല്ലേ ഇവിടെ ഇരിക്കുന്നേ? ഇവളൊക്കെ ഇരിക്കുന്നോടെ എങ്ങനെയാ നിനക്ക് അറ്റാക്കൊക്കെ ഉണ്ടായിരിക്കുന്നേ? ഇവള് ഒരു സമാധാനം തന്നിട്ടുണ്ടായിരിക്കില്ല എന്റെ മോനെ, അല്ലേടാന്ന് ചോദിക്കണേ. അങ്ങനെ ഒന്നും ഇല്ലമ്മേന്ന് പറയണ. മോനും കൂടെ വാ, ഇവിടെ നിൽക്കില്ലേ, ഇവിടെ ഒന്ന് ഇരിക്കാനൊക്കെ പറഞ്ഞു. നിന്നെ എന്താ അണയ്ക്കണേന്ന് ചോദിക്കണേ. ഒന്നുമില്ല, അത് ഇത്ര ദൂരം നടന്നു വന്നെന്റെ അമ്മയെന്ന് പറയണം. അപ്പോഴേക്കും രേവതി കുടിക്കാൻ വെള്ളമൊക്കെ ആയിട്ട് വരുവാണ് മുത്തശ്ശിക്ക്. അതേ അച്ഛമ്മയെ വെള്ളം കുടിക്കാൻ പറയണം. വേണ്ട വേണ്ട, അത് രവീന്ദ്രന്റെ കൊടുക്ക്, അവൻ കുടിക്കട്ടെ. അവനെ അണയ്ക്കുന്ന കണ്ടില്ലേ? അതെ വേണ്ടമ്മേ, എനിക്കിപ്പോ വെള്ളം വേണ്ടെന്ന് പറയാ. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, ഇങ്ങനെ നമ്മൾ നടന്നു ക്ഷീണിച്ച് വന്ന ഉടനെ പെട്ടെന്ന് വെള്ളം കുടിക്കരുത്, അത് ആരോഗ്യത്തിന് നല്ലതല്ലെന്ന് പറയും. അതെ, നീ കൂടുതൽ ഡോക്ടർ ആവുന്നും വേണ്ട, വലിയൊരു ഡോക്ടർ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കലാവതി മുത്തശ്ശി ശ്രുതിനെ ചീത്ത പറയണം. പിന്നീട് മുത്തശ്ശി രവീന്ദ്രൻ്റെ അടുത്തിരുന്നു. എന്നാലും ഒരു വാക്ക് പോലും നിനക്ക് എന്നോട് പറയാൻ തോന്നിയില്ലോടാ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിലോ? എനിക്ക് പിന്നെ ആരാടാ ഉള്ളത്? എനിക്കറിയാം ഇവൾ ഒറ്റ ഒരുത്തി എല്ലാത്തിനും കാരണക്കാരി. ഇവള് കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയാം. ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് അമ്മയെന്ന് ചോദിക്കുക? നീ എന്റെ മോന്റെ സമാധാനം കൊടുത്തു കാണല്ല. അത് മാത്രല്ല, നല്ല ഫുഡൊന്നും കൊടുത്തു കാണത്തില്ല. അതുകൊണ്ടായിരിക്കും. എന്റെ അടുത്താണെങ്കിൽ അവൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇപ്പൊ കണ്ടില്ലേ, മെലിഞ്ഞുണങ്ങി ഒരു പരുവത്തിൽ എന്റെ മോൻ ഇരിക്കുന്നേ. അതെ, പെറ്റമ്മയ്ക്കോ അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. നിന്റെ മക്കൾക്ക് എങ്ങനെ ഈ ഗതി വന്നാലും നിനക്ക് ഇതൊക്കെ മനസ്സിലാവുമെന്ന് പറയാം. എന്നിട്ട് ഇപ്പോഴും നിനക്കൊരു കുഴപ്പമില്ലോ, നീ നല്ല പയറുമണി പോലെ നടക്കുന്നില്ലേ നിൽക്കും. ഓഹോ, അപ്പൊ അമ്മയ്ക്കിപ്പോ എനിക്കൂടെ വരാത്തതിന്റെ കുഴപ്പമാണെന്ന് ചോദിക്കും. അല്ല, നിനക്ക് വരാത്തതിന്റെ കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞെന്നേ ഉള്ളൂ. രവീന്ദ്രൻ വന്നാലേ എന്റെ നെഞ്ചു പൊള്ളും, അതിന്റെ വേദന എനിക്കും അറിയുള്ളൂ എന്ന് പറയാണ്. രവീന്ദ്രൻ പറഞ്ഞു, ഒന്നും സംഭവിച്ചില്ലാമേ, സംഭവിച്ചില്ല പോലും. എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല. നിനക്ക് ഒരു വാക്ക് എന്നോട് വിളിച്ചു പറയായിരുന്നു, ഞാൻ വരത്തില്ലായിരുന്നോ? ഈ കുടുംബത്തിലുള്ള ആർക്കും എന്നോട് ഇഷ്ടമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് സച്ചി വരുന്നത്. സച്ചി കലാവതി മുത്തച്ഛനെ കിടപ്പ് എന്തെന്നില്ല സന്തോഷം. ആഹാ, അച്ഛമ്മ ഇത് എപ്പോ വന്നു എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്നങ്ങോട്ട് എടുക്കാൻ തുടങ്ങണം. എത്ര ദിവസമായി അച്ഛമ്മേനെ ഒന്ന് എടുത്തു പൊക്കിയിട്ട്. പെട്ടെന്ന് കലാവതി മുത്തശ്ശി ഇങ്ങനെ എഴുന്നേറ്റു പറഞ്ഞു, അവന്റെ ഒരു അച്ഛമ്മ കുച്ചമ്മ എന്നും പറഞ്ഞിട്ട് കാരണം തീർത്ത് ഒറ്റ എണ്ണം കൂടെ കൊടുക്കുവാണ് സച്ചിയുടെ. അച്ഛമ്മ എന്തിനാ എന്നെ തല്ലേന്ന് ചോദിക്കുക? എന്തിനാ നിനക്ക് മനസ്സിലായില്ലല്ലേ? എടാ, നിന്നെ ഈ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിച്ച അറിയാലോ. എന്നിട്ട് നീ എന്നോട് ഒരു വാക്ക് പറഞ്ഞോന്ന് ചോദിക്കുക? നിനക്കറിയാവുന്ന കാര്യമായിരുന്നല്ലോ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. എന്നിട്ട് നീ എന്നാടാ എന്നോട് ഒരു വാക്ക് പോലും പറയായിരുന്നെന്ന് ചോദിക്കുക? അല്ല, അത് പിന്നെ അമ്മേ, ഞാൻ വേണ്ട വേണ്ട, നീ കൂടുതലൊന്നും പറയൊന്നും വേണ്ട. എനിക്കറിയാടാ, നിനക്കും എന്നോട് സ്നേഹമില്ലല്ലേ? ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്നാ. ഇവിടെ എന്ത് കാര്യം നടന്നാലും നീ എന്നോട് പറയൂന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെങ്കിൽ നിനക്ക് പോലും എന്നോട് സ്നേഹമില്ലാതെ പോയല്ലോ എന്ന് പറയാം. അതച്ഛമ്മ അങ്ങനൊന്നുമല്ല, ഞാൻ പറയണമെന്ന് ഓർത്താ. പിന്നെ ഇവിടുത്തെ സിറ്റുവേഷൻ, എന്ത് സിറ്റുവേഷൻ എത്രയൊക്കെയാന്ന് പറഞ്ഞാൽ എന്റെ മോനല്ലേടാ. അവന് ഇതുപോലെ ഇത് അസുഖം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓടി വന്ന് കാണാതിരിക്കാൻ പറ്റുമോ? പക്ഷെ നീയൊക്കെ എന്ത് ചെയ്തു? നിനക്കൊക്കെ അപ്പം ഞാൻ ആരും അല്ലാതായി അല്ലേന്നൊക്കെ ചോദിച്ചിട്ട് സച്ചിനെ കുറ്റപ്പെടുത്തുവാണ്. പിന്നീട് പറഞ്ഞു, ദേ രേവതി മോള് പറഞ്ഞില്ലായിരുന്നു, ഞാൻ ഇപ്പോഴും കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു പറയണേ. രേവതിയോ? അതെ, മോള് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറയാം. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. സച്ചി പിന്നീട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ രേവതി ആ പുറയിലേക്ക് അങ്ങോട്ട് പോവാണ്. ആ സമയം രവീന്ദ്രനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അതെ ഇനിയേ ഇതുപോലത്തെ ഇതെന്തേലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ ഓടി വന്നോളാം. എന്റെ മോൻ ഇനി ഒരു ആപത്ത് സംഭവിക്കാനൊന്നും പോകുന്നില്ല. സ്റ്റെന്തൊക്കെ ഇട്ടെന്നല്ലേ പറഞ്ഞേ, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രനെ കലാവതി മുത്തശ്ശി ആശ്വസിപ്പിക്കുകയാണ്. ആ സമയം സച്ചി മുറി ചെന്നിട്ട് ആകപ്പെടാൻ അസ്വസ്ഥയായിട്ട് ഇരിക്കുകയാണ്. രേവതി പുറകെ കയറി ചെന്നു. രേവതി എന്നിട്ട് ചോദിച്ചു, എന്താ സച്ചേട്ടാ, എന്താ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് ചോദിക്കും. എല്ലാത്തിനും കാരണം നീ ഒറ്റ എടുത്തിയാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? രേവതിയുടെ വായ അങ്ങോട്ടൊരു തോർത്തോട് മൂടി കെട്ടുവാണ്. കൈയങ്ങ് ചുട്ടുകുട്ടി പിടിച്ചു. ഇപ്പൊ നിനക്ക് സന്തോഷമായല്ലോ, നീ ഇനി എപ്പോഴും ഇങ്ങനെ ഇരുന്നാ മതി. രാവിലെ ആ കൈനോട്ടക്കാരൻ വന്ന് പറഞ്ഞോളൂ, നിന്റെ
നാവും കൊണ്ട് ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ആണ്ടെ ഒരു വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. നീ ഇനി മിണ്ടണ്ട, നീ ഇനി ഇങ്ങനെ നടന്നാൽ മതി എന്ന് പറയണം. തുറന്നു വിട് സച്ചിയേട്ടാന്നൊക്കെ പറയുന്നുണ്ട്. കെട്ടഴിച്ചു വിടാൻ വായടെ. പക്ഷെ സച്ചി വിട്ടില്ല. കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേന് സച്ചി കെട്ടടിച്ചു വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇനി മേലാല് നീ ഒന്നും മിണ്ടിപ്പോയേക്കല്ലെന്ന് പറയണം. അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്ന? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? നീയല്ലേ അച്ഛമ്മേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ അച്ഛന്റെ അസുഖത്തെക്കുറിച്ചും എല്ലാം. അതുകൊണ്ടല്ല അച്ഛമ്മ ഇങ്ങോട്ട് പാഞ്ഞു പറിക്ക് വന്നേന്ന് ചോദിക്കും. ഇത് കേട്ടപ്പം ദേവത പറഞ്ഞു, അതെ ഞാൻ തന്നെ പറഞ്ഞു. ഓഹോ, അപ്പം നിനക്കിട്ടുള്ള പണി ഞാൻ തരാന്ന് പറയാണ്. നീ നിന്നെ കാണിച്ചു തരാന്ന് പറഞ്ഞ് രേവതിയുടെ അടുത്തേക്ക് വരുമ്പത്തേനും രേവതി ഇത് അച്ഛമ്മയെന്ന് വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ നോക്കുകയാണ്. പെട്ടെന്ന് സച്ചിയെ കയ്യിലേക്ക് കയറി പിടിച്ചു. ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട്, നീ ഇപ്പൊ എന്തിനാ അങ്ങോട്ട് പോന്നെ? അച്ഛമ്മയോട് പറയാനായിട്ട്. സച്ചിയാണ് എന്നെ ചീത്ത പറഞ്ഞത്. അയ്യോ, ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. ഇപ്പൊ നീ അത് പറയാൻ പോയി. ഇനിയിപ്പൊ അടുത്ത പ്രശ്നം അതായിരിക്കും. അച്ഛമ്മ എന്റെ ഇപ്പഴത്തെ കവിളത്തും കൂടി ഇനി അടി തരും. ഒന്നിന്റെ പാടും കേടും മാറിയിട്ടില്ല. അപ്പൊ ഇനി അടിയും കൂടെ കൊള്ളാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാ. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞാ, അങ്ങനെയാണൊരു കാര്യമില്ല, അങ്ങനെയാണൊരു കാര്യമുണ്ട്. ഞാൻ പറയാനും പോകുന്നില്ല. പക്ഷേങ്കില് ദേ എനിക്ക് സ്വൈര്യ സമാധാനം തരണമെന്ന് പറയാം. ഇനി അതിനെക്കുറിച്ചൊരു ചർച്ചയില്ലെന്ന് പറയും. ഇത് കേട്ടപ്പം സച്ചി പറഞ്ഞു, ഓ നിനക്കത് അങ്ങോട്ട് പറഞ്ഞൊഴിയാം, പക്ഷേങ്കിലേ എനിക്കത് സാധിക്കില്ല എന്ന് പറയണ. അല്ല നീ എന്തിനാ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ നീ അച്ഛമ്മേനെ വിളിച്ച് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി വിടാതെ പറഞ്ഞു കൊടുത്തേന്ന് ചോദിക്കാം. അതെ അതുകൊണ്ടൊന്നും അല്ല സച്ചേട്ടാ. കാള പറ്റുന്ന ഓർത്ത ഉടനെ കയറെടുത്തോണ്ട് വരല്ലേ. കാര്യം എന്താന്ന് ആദ്യം ഒന്ന് തിരക്കണോന്ന് പറയാം. അച്ഛമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് അച്ഛമ്മ ഒരു പെണ്ണിനെയും കൊണ്ട് വരുന്ന, പെണ്ണിനെയും പെണ്ണിന്റെ വീട്ടുകാരെയും കൊണ്ട് ശ്രീകാന്തിനെ കല്യാണം ആലോചിച്ചുകൊണ്ട്. ഒരു പക്ഷേ ഞാൻ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ അച്ഛമ്മ എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടിയാൻ, വിളിച്ചു വരുത്തിയവരുടെ മുന്നിൽ നാണം കിട്ടു പോയാനും. അപ്പൊ അച്ഛൻ്റെ അല്ല അച്ഛമ്മയുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തേന്ന് പറയാം. ഓഹോ, അപ്പൊ അതാണ് കാര്യല്ലേ. അല്ല അങ്ങനെയാണ് നീ അച്ഛന്റെ അസുഖത്തെ കുറിച്ച് എന്തിനാ പറഞ്ഞേ? അത് നിനക്ക് ഒഴിവാക്കാൻ എല്ലാവരും ചോദിക്കും. അത് പിന്നെ അച്ഛന്റെ അസുഖത്തെ കുറിച്ച് പറഞ്ഞെന്താന്ന് വെച്ചാല് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും അച്ഛൻ പറഞ്ഞു, അങ്ങനെയാണ് രവീന്ദ്രനെ നീ കാണട്ടെന്ന്. ഞാൻ പറഞ്ഞു, വേണ്ട, അച്ഛനോട് ഇപ്പൊ ഒന്നും പറയണ്ട. പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിലൊക്കെ കയറിയിട്ട് വന്നിരിക്കുക, കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ അച്ഛമ്മയ്ക്കാണെങ്കിൽ അച്ഛനെ കാണണമെന്ന്, അച്ഛനെ രണ്ട് ചീത്ത പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ നിർബന്ധം. അവസാനം ഞാൻ പറഞ്ഞു, വേണ്ട അച്ഛമ്മേ, ഇപ്പൊ ചീത്ത പറയാനൊന്നും പോണ്ട, അച്ഛന് വയ്യാണ്ടിരിക്കാന്ന് കേട്ടപ്പം അച്ഛമ്മയ്ക്ക് പിന്നെ സംശയം എന്തായി എങ്ങനെയായെന്നൊക്കെ. അങ്ങനെ അവസാനം എനിക്ക് സത്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു. അല്ലാതെ ഒരിക്കലും ഞാൻ മനഃപൂർവ്വം പറഞ്ഞാലെന്ന് പറയാം. ഓ നിനക്ക് പിന്നെ എന്തിനും ഏതിനും ന്യായമുണ്ടല്ലോ എന്ന് പറയണം. ന്യായമുള്ളതിന്റെ അല്ല സച്ചേട്ടാ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞേ. ഇല്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കുടുംബത്തിലുള്ള എല്ലാവരും നാണം കിട്ടു പോയില്ലെന്ന് ചോദിക്കാം. ഇത് കേട്ടം സച്ചി ഒന്നും മിണ്ടിയില്ല. സച്ചി പറഞ്ഞു, നീ പറയുന്നേ ന്യായമുണ്ട്, പക്ഷേങ്കില് എന്ത് പക്ഷേങ്കില് ഒന്നുമില്ലാന്ന് പറയണം. രേവതി ഇപ്പൊ തന്നെ രക്ഷിച്ചെന്ന് സച്ചിക്ക് മനസ്സിലായി. പക്ഷെ അത് പെട്ടെന്ന് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് സച്ചിക്ക് ഒട്ട് കഴിയുമായിരുന്നില്ല. പിന്നീട് എല്ലാരും കൂടെ ഹാളിൽ ഒത്തുകൊടുക്കുന്ന സമയത്ത് രേവതി എന്ന് അവനോട് പറഞ്ഞു, സച്ചിയോട് ബാ സച്ചിയേട്ടാ ഫുഡ് കഴിക്കാൻ വരാൻ പറയണം. വേണ്ട, എനിക്ക് വേണ്ട. അതെന്താ? അതെ ഞാൻ മുത്തശ്ശിയോട് പിണങ്ങിയിരിക്കും, എന്റെ കവിളത്ത് തല്ലിയില്ലേ, ഞാൻ പിണങ്ങിയിരിക്കുമെന്ന് പറയാം. അതെ പിണങ്ങി ഇരുന്നിട്ട് കാര്യമില്ല, ഫുഡ് വേണേ വരാൻ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. വേണ്ട നീ പറഞ്ഞില്ലേ, ഞാനിപ്പോ ഒരിടത്തേക്കും ഇല്ലെന്ന് പറഞ്ഞിട്ട് മുറിയിൽ ഇങ്ങനെ ബലം പിടിച്ച് മസിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും കലാവതി മുത്തശ്ശി എല്ലാവരും കൂടെ അവിടെ കൂടെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടിരിക്കുക. ആ സമയം കലാവതി മുത്തശ്ശി ശ്രുതിയോട് ചോദിച്ചു, അല്ലടാ ഇതെങ്ങനെയാ ഈ അറ്റാക്ക് വരുന്നത്, എന്ത് കാരണം കൊണ്ടാന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു, അത് പിന്നെ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ടാ രക്തക്കുഴലെന്ന് പറയണം. ആണോ? അങ്ങനെയാണല്ലേ. അല്ലാതെ എന്തു കാരണം കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവണമെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അങ്ങനെയെല്ലാം അറിയാമായിരുന്നെങ്കിൽ ഞാൻ വല്ല ഡോക്ടർ ആവില്ലായിരുന്നു അച്ഛമ്മേനേക്കോ. എടാ ഇതൊക്കെ സാമാന്യമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ബോധം കാര്യങ്ങളൊക്കെയാ, നിനക്ക് അതുപോലും ഇല്ലേ? പിന്നെ നിന്നെ എന്തിനാണ് പഠിപ്പിക്കാൻ വിട്ടേ? കുറെ ഡിഗ്രി എടുത്ത് കൈ കൂട്ടിയിട്ട് എന്താ പ്രയോജനം എന്ന് ചോദിക്കുക. പിന്നീട് ശ്രുതിയോട് ചോദിച്ചു, മരുമോളെ നിനക്ക് എന്തിനാന്ന് അറിയാമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ശ്രുതി ഒന്ന് ആലോചിച്ചു, അല്ല ഇത് എന്ത് കാരണം കൊണ്ടാ ഉണ്ടാകുന്നൊക്കെ. അതെ പ്രഷർ കൂടിയാൽ ഉണ്ടാവും മുത്തശ്ശി, പിന്നെ സ്ട്രെസ് കൂടിയാലൊക്കെ ഉണ്ടാവും എന്ന് പറയാം. സ്ട്രെസ്സോ എന്ന് പറഞ്ഞാല് അല്ല, നമ്മൾ ഓവറായിട്ട് എന്തെങ്കിലും അതിനെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കോ, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറയാം. ഓഹോ, അപ്പൊ അതാണ് കാര്യം. ഈ പറയണ കാര്യങ്ങളൊക്കെ എന്റെ രവീന്ദ്രൻ ഉണ്ടായിരിക്കും. കാരണം അവന് സമാധാനം കൊടുത്തു കാണത്തില്ല ചന്ദ്രമതി, അതുകൊണ്ടായിരിക്കും അവന് പെട്ടെന്ന് ഇങ്ങനെ അറ്റാക്ക് ഉണ്ടായത്. അത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞു, അയ്യോ അമ്മ ഇങ്ങനെയൊന്നും പറയരുത്, ഞാൻ അദ്ദേഹത്തിന് ഒരു പ്രഷറും കൊടുത്തിട്ടില്ല എന്ന് പറയണം, ഒരു സ്ട്രെസ്സും കൊടുത്തിട്ടില്ല എന്ന് പറയാം. പിന്നെ എനിക്ക് അറിയത്തില്ലാത്ത ആളല്ലല്ലോ നീ, ഞാൻ നിന്നെ ഇന്നലെ അല്ലോ ഒന്നും കാണുന്നേന്ന് പറയാണ്. ഇത് കേട്ടപ്പം ചന്ദ്രമതി പറഞ്ഞു, അമ്മ എന്നെ തെറ്റിയായിരിക്കും ഒന്നും വേണ്ട, എനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല എന്നൊക്കെ പറയുവാണ്. അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് കലാവതി മുത്തശ്ശി പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ രവീന്ദ്രൻ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഞാൻ പ്രതിക്കൂട്ടി കയറ്റി നിർത്തിയാണെന്ന് പറയാം. പാവം ഭാഗ്യം കൊണ്ട് അത് രക്ഷപ്പെട്ടാന്നൊക്കെ പറയാണ്. പിന്നീട് കലാവതി മുത്തശ്ശി പറഞ്ഞു,
എല്ലാരും നോക്കിയിരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ ഇവന് വന്ന ഈ കാര്യത്തെക്കുറിച്ച് ഒരു വാക്ക് എന്നോട് നേരത്തെ പറയുമായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ വന്ന് എൻ്റെ മോനെ കാണില്ലായിരുന്നോ, ഒരുപക്ഷെ ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും അറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറയാണ്. പിന്നീട് ചന്ദ്രമതി പറഞ്ഞു അവിടെ ഇരിക്കുന്ന ബായും എടുത്തോണ്ട് വരാൻ പറയണ. അപ്പൊ സുധി പറഞ്ഞമ്മ ഞാൻ എടുത്തോണ്ട് വരാന്ന് പറയണ. വേണ്ട ഞാൻ എടുത്തോണ്ട് വന്നോളാം എന്ന് പറയണ. അങ്ങനെ ആ ബായ ഇങ്ങോട്ട് ചന്ദ്രമതിയിലേക്ക് കൊടുത്തു. ചന്ദ്രമതി എന്ത് ചെയ്യണം, അതിനകത്തുനിന്ന് ഒരു കവറും എടുത്തിട്ട് പുറത്തേക്ക് വെക്കുവാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് വർഷ വരുന്നേ. വർഷ വന്നിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. പെട്ടെന്ന് വർഷനെ കണ്ടിട്ട് കലാവതി മുത്തശ്ശി ഇങ്ങനെ നോക്കുവാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയൊക്കെ പരസ്പരം നോക്കുക. കാരണം ആദ്യമായിട്ടാണ് വർഷനെ കാണുന്നത് തന്നെ. കലാവതി മുത്തശ്ശി ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു, അമ്മേ ഇത് വർഷ എന്റെ ഭാര്യയാന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ആഹാ ഒളിച്ചോടിപ്പോയ പെണ്ണല്ലേ, വന്ന പെണ്ണല്ലേ നീന്ന് ചോദിക്കുക. അതെ അതെ അച്ഛമ്മേ, ഒളിച്ചോടിപ്പോ വന്ന പെണ്ണ് തന്നെയാന്ന് പറയണേ. അല്ല ഓഹോ, ഒരു ദിവസം രണ്ടുപേരും കൂടെ ഒന്നാനങ്ങ് തീരുമാനിച്ചില്ലേ? അത്രയും നാളെ നോക്കി വളർത്തിയ വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് രണ്ടുപേരും കൂടെ സൂചിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. നീയൊക്കെ എന്ത് എന്ത് ധൈര്യത്തിൽ എങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ പെൺകുട്ടികൾ കാണിക്കാൻ പാടുണ്ടോന്ന് ചോദിക്കാം. ഇത് കേട്ടതും വർഷ പറഞ്ഞു, അതെ വേറൊരു നിവൃത്തിയില്ലാതെ വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കണം. നിവൃത്തിയില്ലാതെ വന്നാലോ? അതെ കല്യാണക്കാര്യത്തെ കുറിച്ച് രണ്ട് വീട്ടിലും പറഞ്ഞു. രണ്ട് വീട്ടുകാർക്ക് സമ്മതമല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയാൽ വേറെ ഓപ്ഷൻ കണ്ടില്ല. അപ്പൊ ഞങ്ങൾ പരസ്പരം അങ്ങോട്ട് വിവാഹിതരായി. അതിനകത്ത് എന്താ തെറ്റച്ചമ്മേന്ന് ചോദിക്കുക. തെറ്റ് പറയാൻ പറ്റുന്ന കാര്യമാണോ? അതെ ഇവിടെ തെറ്റുകാർ ശരിക്കും വീട്ടുകാരല്ലേ? വീട്ടുകാർ സമ്മതിക്കുമായിരുന്നെങ്കിൽ ഈ ബന്ധം വീട്ടുകാരുടെ അനുഭവത്തോടെ നടക്കില്ലായിരുന്നോ? അത് ആരുടെ കുഴപ്പമെന്ന് ചോദിക്കുക. കലാവതി മുത്തശ്ശിക്ക് ഉത്തരം മുട്ടി. പിന്നീട് വർഷ പറഞ്ഞു, അതെ ഞാൻ വേറെ നോക്കിയില്ല, എന്റെ സംതൃപ്തി ഇഷ്ടം മാത്രം നോക്കിയത്. പണവും പ്രതാപവും ഒന്നും നോക്കി പോലില്ല. എനിക്കതിന്റെ കാര്യമില്ല എന്ന് പറയാ. ഞാൻ ശ്രീകാന്തന്റെ മനസ്സ് മാത്രമേ കണ്ടതുള്ളൂ പറയാണ്. ഇതിനകത്ത് എന്നെ ശ്രീകാന്തനെ തെറ്റു പറയാൻ പറ്റില്ല. ഇവിടെ പ്രതികള് അച്ഛനും അമ്മയും അവരെല്ലാവരും പ്രതികളാന്ന് പറയാണ്. കലാവതി മുത്തശ്ശി ആകെപ്പാടെ ഒരു വെപ്രാളത്തോടെ ഇരിക്കുക. മുത്തശ്ശിക്ക് മനസ്സിലായി ഇവിടെ ഒരു നടക്കൊന്നും പോകുന്ന അല്ലെന്ന്. അവൻ മുത്തശ്ശിയോടൊക്കെ ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നിടപ്പം പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു, അതെ നീ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞുകൊണ്ട് വർഷനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണം. എന്താ കാര്യം? നിനക്ക് കുളിക്കാൻ പോകാനുണ്ടെന്നല്ലേ പറഞ്ഞേ? നീ പോയി കുളിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.